ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ് കോൺ വെച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷ് നമുക്ക് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ്, മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/2 കപ്പ് സ്വീറ്റ് കോൺ ഇല്ലേ, സ്വീറ്റ് കോൺ ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. ശകലം വെള്ളം ഒഴിച്ച്, ഇതിന് മൊത്തം 1 കപ്പ് സ്വീറ്റ് കോൺ ആണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. അതിൽ നിന്ന് പകുതി എടുത്ത് ഒന്ന് അരയ്ക്കണം. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലല്ലേ എടുക്കുന്നത്. വളരെ കുറച്ചൊരു 1-2 ടീസ്പൂൺ പോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഈ നന്നായിട്ട് അരച്ചെടുത്ത ഈ സ്വീറ്റ് കോൺ പേസ്റ്റ് ഞാനൊരു ബൗളിലോട്ട് ആക്കുക. ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് റവ. സാധാരണ നമ്മുടെ ഉപ്മാവിനൊക്കെ ഉപയോഗിക്കുന്ന റവ 1/2 കപ്പ്. ഇതിപ്പോ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാ എല്ലാം ഈ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു 4 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി എടുത്താൽ മതി. ഇതിപ്പോ 2 പേർക്ക് വേണ്ടി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ കടലമാവ്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ് കടലമാവ്. പിന്നെ ഉപ്പ് ചേർക്കണം, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. പിന്നെ നമ്മൾ കുറച്ച് എരിവിനായിട്ട് മുളക് പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടി ലേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. ഞാനൊരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, കാരണം ഈ മുളക് പൊടിക്ക് ഭയങ്കര എരിവ. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർക്കാവേ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. വെള്ളം നമുക്ക് അങ്ങനെ എക്സാക്ട് ക്വാണ്ടിറ്റി പറയാൻ പറ്റത്തില്ല, കാരണം പിന്നെയും ചേർക്കും. എല്ലാം ഈ കപ്പിൽ തന്നെ എടുത്തത് 1/2 കപ്പ് വെള്ളം. ഏകദേശം 240 ml ഒരു കപ്പാണ് കേട്ടോ. 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഈ കപ്പില്. അതുകൊണ്ട് ഇതാണ് ഇപ്പോഴത്തെ കൺസിസ്റ്റൻസി. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടയായി വരും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഒരു 10 മിനിറ്റ് ഇത് വെച്ചേക്കണം. അപ്പോൾ കുറച്ചുകൂടി റവയിലൊക്കെ വെള്ളം അബ്സോർബ് ചെയ്തിട്ട് ഇച്ചിരൂടെ കട്ടിയാവും. അപ്പം ഒരു ടേബിൾ സ്പൂൺ ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനിയും നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിലോട്ട് ചേർക്കാം. ഇപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, 1 കപ്പ് കോണാണ് എടുത്തത്. അതിൽ പകുതി എടുത്ത് അരച്ചു, ബാക്കി പകുതി ഇതിനകത്തോട്ട് ചേർക്കുക. 1/2 കപ്പ് കോൺ. ഇനിയും വേണമെങ്കിൽ ക്യാപ്സിക്കം ഇച്ചിരി കുഞ്ഞടെല്ലാം പൊടിയായിട്ടായിരുന്നു, ക്യാപ്സിക്കം പൊടിയായിട്ടായിരുന്നു ചേർക്കാം. കുട്ടികളൊക്കെ കഴിപ്പിക്കാനാണെങ്കിൽ അവർ കഴിക്കാത്ത വെജിറ്റബിൾസ് ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, അങ്ങനെ നല്ല ഗുണമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പം കോൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ കോൺ അരച്ച് വെച്ച കാരണം, ഒരു കോൺ വെച്ചിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉദ്ദേശിച്ച കാരണം കോൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനാണെങ്കിൽ അവർ കഴിക്കാത്ത വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ചേർക്കാം. ഒരു കുഴപ്പമില്ല, അറിയത്തേ ഇല്ല. അതിങ്ങനെ പൊടിയായിട്ട് അങ്ങ് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. ഇങ്ങനെ ഇതിപ്പോൾ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ കട്ടിയായി കാണും, കണ്ടില്ലേ? നല്ല, ഞാനിപ്പോൾ എടുത്ത് കാണിക്കാൻ മനസ്സിലാവുന്നില്ല, കുറച്ച് ഹാർഡായി. അപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ഇതിനകത്ത്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുറച്ചുകൂടെ കളർഫുൾ ആക്കണമെങ്കിൽ ക്യാപ്സിക്കും ക്യാരറ്റും ടൊമാറ്റോ ഒക്കെ ഇട്ടാൽ ഇച്ചിരി കളർഫുൾ ആവും കേട്ടോ. ഇച്ചിരി ഈനോ സോൾട്ട് ഇടണം. ഈനോ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് സോൾട്ട് ആണ്. ഇത് എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഓൺലൈനായിട്ടും കിട്ടും, അല്ലാതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഫ്രൂട്ട് സോൾട്ട് ആണ്, ഈനോ ഫ്രൂട്ട് സോൾട്ട്. ഇതൊരു 1/2 ടീസ്പൂൺ ഇടുകയാണ്. നമ്മുടെ ഇതിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇടുന്നത്. ഇത് ഒരു ഹെൽത്തി ഓപ്ഷനും കൂടെ ആണ് കേട്ടോ. നമ്മുടെ സോഡാപ്പൊടി ഇടുന്നതിനെക്കാട്ടിലും ഒക്കെ ഹെൽത്തിയാണ് ഈ ഈനോ ഫ്രൂട്ട് സോൾട്ട് ഇടുന്നത്. ഇനി ഞാൻ ഇച്ചിരി വെള്ളം, ഈ തവിയിൽ തന്നെ കുറച്ച് വെള്ളം, ഇത് പതഞ്ഞിങ്ങനെ വരും ഇത് വെച്ച് ഒഴിക്കുമ്പോൾ. ഇളക്കി നോക്കാം. ഒരു തവിയും കൂടെ വേണ്ടി വരും. ഒരു തവി എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മൊത്തം ഒഴിക്കുകയാണ്. 2-2.5 ടേബിൾ സ്പൂൺ ആയിരിക്കും രണ്ടാമത് ഒഴിച്ചത്. അത് നിങ്ങൾ ഇളക്കി നോക്കുമ്പോൾ കൺസിസ്റ്റൻസി നോക്കിയാൽ മതി. ഏകദേശം ഒരു സെമി സോളിഡ് പരുവത്തിൽ കുറച്ച് തിക്കായിട്ടൊരു മാവ് വേണം. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു ഉണ്ണിയപ്പ ചട്ടിയാണ് വെച്ചേക്കുന്നത്. ഇത് ഉണ്ണിയപ്പ ചട്ടിയിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതും കാണിച്ചു തരാമേ. ഇപ്പം ഇത് നിറച്ച് എണ്ണ ഒഴിച്ച് ഡീപ് ഫ്രൈ മോഡലും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് എണ്ണ ഇങ്ങനെ ബ്രഷ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് കുറച്ചായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഹൈയിൽ വെക്കരുത്.
മാവെല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെക്കണം. ഒരു 3 to 5 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് തിരിച്ചിടാം. അതേസമയം തന്നെ ഞാൻ ചെറിയൊരു നോൺ സ്റ്റിക് പാനിലും കൂടെ കാണിച്ചു തരാൻ പാടില്ല. ഇങ്ങനെ ഒരു നോൺ സ്റ്റിക് പാനിലും നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു കുഞ്ഞ് നോൺ സ്റ്റിക് പാനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ സൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതിലും കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. ഞാനിതിപ്പോ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടും ഒരു 3 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കണം. ഇത് തിരിച്ചിടാം. ഇതും ഒരു 3 മിനിറ്റ്സ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചാൽ റെഡിയാവും. ഇതിപ്പോ ആയിട്ടുണ്ടാവും. ഞാൻ എടുക്കുവാണ്. ഒരു 3 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ പറയല്ലേ, നല്ല എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ നല്ല മൊരിഞ്ഞു വരും. പക്ഷെ നമ്മൾ അധികം എണ്ണ ഇല്ലാതെ ചെയ്ത കാരണം 2 സൈഡും ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് വന്നു. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാം. ഇതും റെഡിയായി. ഇതും എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ അല്ല, സ്നാക്കായിട്ടും ഡിന്നറായിട്ടും കുട്ടികളെ ഈ വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനും ഒക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഞാനത് ഇതിനകം ഒന്ന് മുറിച്ച് കാണിക്കാം. രണ്ടും മുറിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതിനകം ആണെങ്കിൽ എളുപ്പത്തിൽ, ഇതിപ്പം കുറച്ച് തണുത്തു, അകം ആണെങ്കിൽ നല്ല ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടിരിക്കും. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഈ വെളിവശം നല്ല മുരുമുരാന്നിരിക്കും, പക്ഷെ അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഇപ്പം മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഈസി ആയിട്ട് മുറിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലോ എന്ന് പറയാം. അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.